ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ജനുവരി 24. ഇന്ന് നിഫ്റ്റിയിൽ ലൈവ് ട്രേഡ് റെക്കോർഡ് ചെയ്തുകൊണ്ട് ലൈവ് സൈക്കോളജി അനാലിസിസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കണം എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെയാണ് പ്രൈസിനെ എങ്ങനെയാണ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്, പ്രൈസ് ആക്ഷൻ ബേസിൽ എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത്, നമ്മുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിൽ തരുന്ന ലെവലുകളിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടത് എന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളത് സഹായിക്കും. നമ്മുടെ തോട്ട് പ്രോസസ്സ് എന്താവണം, ഏത് സാഹചര്യത്തിലും എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നുള്ളതും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് സ്ക്രീനിലേക്ക് പോവാം. ഹായ്, ഗുഡ് മോർണിംഗ് ഗൈസ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ 15 മിനിറ്റിലെ പ്രൈസ് ആക്ഷനാണ് ഈ കാണുന്നത്. നമ്മുടെ ലെവൽ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ക്രോസ് ചെയ്ത് മുകളിൽ പോയി ഇപ്പോൾ താഴേക്ക് നമ്മുടെ മെയിൻ ലെവലിലേക്ക് റീടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബേസിക്കലി ഇവിടെ നിന്നൊരു ബുള്ളിഷ് വ്യൂ ആണ് ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ വോളിയം നോക്കുന്ന സമയത്ത്, എസ്പെഷ്യലി ഡെൽറ്റ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഡെൽറ്റ നെഗറ്റീവാണ്. പ്രൈസ് കയറുമ്പോഴും ഫ്യൂച്ചറിലെ നിഫ്റ്റിയുടെ ഫ്യൂച്ചറിലെ ഡെൽറ്റ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഡെൽറ്റ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കിട്ടിയവർക്ക് ചെയ്യാം. അതിലെ നെറ്റ് ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിനും കൂടെ എണ്ണം മൈനസ് ചെയ്താലുള്ള നെറ്റാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ സെല്ലേഴ്സാണ് ഇവിടെ അധികമായിട്ടുള്ളത്. നമ്മുടെ ഗ്രീൻ ക്യാൻഡിൽ കാണുന്നുണ്ടെങ്കിലും കൂടുതൽ സെല്ലേഴ്സാണ്. ഇത് അങ്ങോട്ട് വരുന്നോറും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനാരിയോ ഇവിടെ കാണുന്നതുകൊണ്ട്, കുമുലേറ്റീവ് ഡെൽറ്റ മൈനസ് ആയിട്ട് കാണുന്നതുകൊണ്ട് കുറച്ചും കൂടെ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ലെവലിൽ വന്നാലും ഇവിടുന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രേഡ് എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിന് താഴേക്കൊക്കെ വന്നിട്ട് മുകളിലേക്ക് ക്രോസ് ചെയ്യുന്നൊരു സിനാരിയോ ഉണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് പരിഗണിക്കാം. ഈ സോൺ നമുക്ക് രണ്ട് സൈഡിലേക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സോൺ എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെല്ലിനുള്ള ഓപ്പർച്യൂണിറ്റി സെല്ലിലേക്കും ബൈക്കുള്ള ഓപ്പർച്യൂണിറ്റി ബൈയിലേക്കും. നിലവിലുള്ള കണ്ടീഷനിൽ നമ്മൾ ഡെൽറ്റയും കൂടെ ഒന്ന് റീഡ് ചെയ്യുമ്പോൾ ഇത് സെല്ലിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഡെൽറ്റ നെഗറ്റീവ് ഡെൽറ്റ കൂടി വരിക, സെല്ലേഴ്സ് ഹെവിയായിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഫസ്റ്റ് ക്യാൻഡിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലായിട്ട് നമുക്ക് ഇവിടെ കാണുന്നുണ്ടെങ്കിലും ഇതൊരു സപ്പോർട്ടൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുമെങ്കിലും, എന്നാൽ നമ്മൾ ഡെൽറ്റയിലേക്ക് നോക്കുമ്പോൾ ഈ ക്യാൻഡിലിൽ ഇതുവരെ വന്ന ക്യാൻഡിലുകളിൽ ആദ്യത്തെ ക്യാൻഡിലാണ് ഏറ്റവും കൂടുതൽ വോളിയം ഉണ്ടായിട്ടുള്ളത്, 98.88K. ബട്ട് നോക്കൂ, ഈ ക്യാൻഡിൽ സെല്ലേഴ്സാണ് അധികമായിട്ടുള്ളത്. കാണുന്നത് ഗ്രീൻ ക്യാൻഡിലാണെങ്കിൽ എൻ്റെ വ്യൂ ബിയറിഷ് ആയിട്ട് നിൽക്കുമ്പോൾ സെൽ സൈഡിലാണ് കൂടുതൽ ഒരു മുൻതൂക്കം ഉള്ളത് എന്നുള്ളത് നമ്മൾ ഡെൽറ്റ വെച്ചിട്ട് പറഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് മാർക്കറ്റ് ഇങ്ങനെ താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ ചാടിക്കയറി ട്രേഡ് എടുക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? ഫോമോ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ എൻട്രി എടുത്തില്ലെങ്കിൽ എൻ്റെ ഓപ്പർച്യൂണിറ്റി മിസ്സാകുമെന്ന് ഞാൻ ഭയക്കുന്നു. പക്ഷേ ഇവിടെ എൻട്രി എടുത്താൽ മോസ്റ്റ്ലി സ്റ്റോപ്പ് ലോസ് കുറച്ചധികം വലുതാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഒന്നുകൂടെ കുറയ്ക്കാൻ വേണ്ടി, കുറച്ചുകൂടെ റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് വെയിറ്റ് ചെയ്യാണ്. റീടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് എൻട്രി എടുക്കും. അപ്പോൾ ഒരു പക്ഷേ ഇവിടുന്ന് എൻട്രി എടുത്താൽ ഇതിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് എടുക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടുന്ന് എൻട്രി എടുക്കുമ്പോൾ ഇവിടെ ആകുമ്പോൾ സ്റ്റോപ്പ് ലോസ് എടുക്കാൻ സാധ്യതയില്ല. ഓക്കെ, അതാണ് നമ്മൾ ഫോമോനെ അതിജീവിച്ച് കഴിഞ്ഞാൽ. ഫോമോനെ പറ്റി അറിയാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. സൈക്കോളജി സീരീസിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റിൽ ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് ഇത്തരം ഇമോഷൻസിനെ പറ്റിയിട്ട്, നമ്മുടെ ബ്രെയിൻ പ്രോഗ്രാമിനെ പറ്റിയിട്ട് അവെയർ ആവുക എന്നുള്ളതാണ് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളിപ്പോൾ ഇവിടുന്ന് ട്രേഡ് എടുത്തിരുന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് എടുക്കുമായിരുന്നു അല്ലേ. ഇവിടുന്ന് താഴേക്ക് കൊണ്ടുവന്ന് ഇവിടെ നിന്ന് സെല്ലിൽ നിന്ന ആളുകളുടെ സ്റ്റോപ്പ് ലോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ് നടന്നിട്ടുള്ളത്. അതല്ല, നമുക്ക് അറിയാൻ പറ്റില്ല ഇതിന് അടുത്ത ഈ ടാർഗറ്റ് വരെയാണോ ലക്ഷ്യം. ഇവിടുന്ന് അങ്ങോട്ട് മുന്നിലുള്ള ഡേറ്റകളൊക്കെ മാറാം. അപ്പോൾ നിലവിൽ സോഫാർ ഇവിടുന്ന് ക്യുമുലേറ്റീവ് ഡെൽറ്റ കുറഞ്ഞു വരുന്നത് കാണുന്നുണ്ട്. നോക്കാം, നമുക്ക് പ്രൈസ് ആക്ഷനും ഡെൽറ്റ പറയുന്ന കാര്യങ്ങളും കൂടെ ക്ലബ് ചെയ്തിട്ട് നമുക്കൊരു ഡിസിഷനിലെത്താൻ പറ്റും. ഈ ക്രിയേറ്റ് ചെയ്ത ഹൈ, ഇതിൻ്റെ മുകളിലേക്ക് ഒരു സ്പൈക്ക് കൂടെ വന്ന് ഇവിടെ നിന്ന് സെല്ലിൽ നിന്ന ആളുകളുടെ സ്റ്റോപ്പ് ലോസും കൂടെ എടുത്തതിന് ശേഷം പിന്നെ മാർക്കറ്റ് തന്നെ ഈ ലെവലിൻ്റെ താഴേക്ക് എത്തുകയാണെങ്കിൽ, നമ്മുടെ ലെവലിൻ്റെ താഴേക്ക് ഫസ്റ്റ് സെക്കൻഡ് ടൈം വന്ന് ഒരു റീടെസ്റ്റ് കിട്ടുന്ന സാഹചര്യം ഉണ്ടായാൽ നമുക്ക് എൻട്രി പരിഗണിക്കാം. അതെല്ലാം മുകളിലേക്ക് പോയിട്ട് ഇങ്ങനെ റീടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ, ഇങ്ങനെ റീടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ മുകളിലേക്കും പരിഗണിക്കും. ഹൈ ഗൈസ്, നമ്മളിവിടെ എൻട്രി എടുത്തിട്ടുണ്ട്. പക്ഷേ എൻട്രി ഒരു അല്പം വലിയൊരു ഫാൾ ആയതുകൊണ്ട് കുറച്ച് ഡിലേ ആയി. അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് കുറച്ചും കൂടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് എടുക്കുകയാണെങ്കിൽ ഒരു ട്രേഡും കൂടെ പരിഗണിക്കും. നമ്മൾ ഇവിടെ നിന്നൊക്കെയാണ് എടുക്കേണ്ടിയിരുന്നത്, എടുക്കാൻ ട്രൈ ചെയ്ത് വിടുന്നതാണ്. നമ്മൾ എൻ്റർ ചെയ്ത് ബ്രാക്കറ്റ് ഓർഡറിൽ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും പ്രൈസ്
കുറേ താഴെയായിട്ടുണ്ട്. അപ്പം നമ്മൾ പ്ലാൻ ചെയ്ത് ഇവിടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ പറ്റില്ല നമുക്ക് നോക്കാം. പക്ഷേ ഇതൊരു വലിയ ടാർഗറ്റ് വെച്ചിട്ടുണ്ട് നമ്മൾ 1:7 ഒക്കെ കിട്ടുന്ന രീതിയിൽ. നമ്മളത് ആൾമോസ്റ്റ് കോസ്റ്റിൽ എക്സിറ്റ് ചെയ്തു. അപ്പോൾ പ്രൈസിൻ്റെ ഒരു മൂവ്മെൻറ്റ്, ചെറിയൊരു മൂവ്മെൻറ്റ് വന്ന് ചെറിയ ഒരു ലോസിലാണ്. അപ്പോൾ ഇനി അത് നമ്മൾ ഇവിടുന്ന് റിവേഴ്സ് ചെയ്യുന്ന സമയത്താണ് എക്സിറ്റ് ചെയ്തത് ഈ ഭാഗത്തൊക്കെ ആയിട്ട്. അപ്പോൾ പ്രീമിയം പുട്ട് ഓപ്ഷനിൽ പ്രീമിയം ഇല്ല. അപ്പോൾ നമ്മൾ കോൾ ഓപ്ഷനിൽ ഉള്ളൊരു സാധ്യത അപ്പോൾ നമ്മൾ പ്രീ മാർക്കറ്റ് അനാലിസിൽ പറഞ്ഞാണ് ഈ ഒരു ലെവലിൻ്റെ മുകളിൽ കയറിയിട്ട് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ബൈ സൈഡിൽ നിൽക്കാമെന്നുള്ളത്. അപ്പോൾ ഒന്ന് ഇവിടുന്ന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ, ഈ ലെവലിൽ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ നമുക്ക് കോൾ ഓപ്ഷൻ കൂടെ ട്രൈ ചെയ്ത് നോക്കാം. കോളിൽ പ്രീമിയം വരുന്നുണ്ടോ നോക്കാം. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ട്രേഡ് ഇവിടുന്ന് ഈ ലെവലിലേക്ക് റീടെസ്റ്റ് ചെയ്താൽ, ഈ ലെവലിൽ നിന്ന് ഇങ്ങോട്ട് റീടെസ്റ്റ് ചെയ്താൽ ഇവിടുന്ന് എൻട്രി എടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. ഇത് അവിടുന്ന് അടുത്തൊരു ബൈ. പക്ഷെ അത് കിട്ടിയില്ല. നമ്മളെ പ്രധാനപ്പെട്ട നമ്മൾ മാർക്ക് ചെയ്ത സോണിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് ഇതുവരെയുള്ളൊരു ട്രേഡ് പുട്ട് ഓപ്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഒരു തവണ കൂടെ റീടെസ്റ്റ് ചെയ്താൽ നമ്മൾ നെക്സ്റ്റ് എൻട്രിയിലേക്ക് പോകും. അഗെയിൻ ഇവിടെ ഫോമോ വീണ്ടും ആക്റ്റീവ് ആവാൻ സാധ്യതയുള്ള രീതിയിലുള്ളൊരു മാർക്കറ്റ് മൂവ്മെൻ്റ് ആണ്. നമ്മൾ ഡയറക്ഷൻ പ്ലാൻ ചെയ്തു, അപ്പോൾ ആ ഡയറക്ഷനിലേക്ക് ആദ്യം ഇതേ കുത്തനെ പോകുന്നു എന്ന രീതിയിൽ മാർക്കറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കുത്തനെ വരികയാണെങ്കിൽ ഇവിടുന്ന് ഈ ഒരു ലെവല് വരെ എത്തിയിട്ട് ഇവിടുന്ന് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ പിന്നെ മാർക്കറ്റ് വീണ്ടും അടുത്ത ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതല്ല, ഇവിടുന്ന് താഴേക്ക് ഇതുവരെ വരാനാണ് മാർക്കറ്റിൻ്റെ പ്ലാനെങ്കിൽ ഒന്നും കൂടെ ഈ ലെവലിൽ പോയിട്ട് ഇവിടുന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെയായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് അവസരം കിട്ടാതെ ഡയറക്റ്റ് ഫാളോ ചെയ്തിട്ട് ഈ ലെവലിലെത്തിയാൽ പുതിയൊരു ഹയർ ഹൈ. അതല്ല, ഇവിടുന്ന് ഒന്നും കൂടെ ബൗൺസ് ചെയ്ത് ഇവിടുന്ന് ബെൻഡ് ആവുകയാണെങ്കിൽ ഈ ലെവലുണ്ട്. ഈ ഒരു പ്ലാനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഇതാ ഇവിടുന്ന് സെല് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഉദ്ദേശിച്ച രീതി തന്നെ നമ്മുടെ ഡയറക്ഷനിലാണ്. പ്രീമിയം നീങ്ങുന്നില്ല എന്ന് പറഞ്ഞത് പിന്നീടാണ് കാര്യം അബദ്ധം മനസ്സിലായത്. ആക്ച്വലി ഇത് മന്ത്ലി കോൺട്രാക്റ്റ് ആയതുകൊണ്ട് 25 ആണ് ക്വാണ്ടിറ്റി, ഞാൻ 75 ആണെന്നുള്ള ധാരണയിലാണ് നിന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇവിടുന്ന് സെയിം മിസ്റ്റേക്ക് സംഭവിച്ചു. 25 ലോട്ട് സൈസിൽ ഒറ്റ ക്വാണ്ടിറ്റിയാണ് ഞാൻ ബൈ ചെയ്തത്. പിന്നീട് ലേറ്റർ 2 കൂടെ 3 ക്വാണ്ടിറ്റി കൂടെ ആഡ് ചെയ്തു. നമ്മുടെ പ്രധാനപ്പെട്ട ലെവലിലെത്തിയപ്പോൾ, സപ്പോർട്ടിലെത്തിയപ്പോൾ ഇവിടുന്ന് വെച്ചിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. 1:5 ഒക്കെ കിട്ടേണ്ടതായിരുന്നു. എന്നാൽ ആ കാൽക്കുലേഷനിൽ വന്ന മിസ്റ്റേക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് ലിറ്ററലി നമുക്ക് 1:3 മുകളിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് 10 പോയിൻറ്റിൻ്റെ റിസ്ക്കാണ് എടുത്തത്. 750 രൂപ റിസ്ക് എടുത്തിട്ട് നമുക്ക് 2500 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഇനിയും ഇതുവരെയൊക്കെ പോകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ കാണുന്നത് ലൈവ് മാർക്കറ്റിൽ. ബട്ട് എനിവേ ഞാനിവിടെ ആക്ച്വലി പാർഷ്യലി ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്ത് എല്ലാം കൂടെ സ്ക്വയർ ഓഫ് ആണ്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഭാഗ്യം കൊണ്ടാണോ ഭാഗ്യദോഷം കൊണ്ടാണോ എന്നുള്ളത് മാർക്കറ്റ് വരുന്ന സമയത്ത് അറിയാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്താൽ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ പ്രധാനപ്പെട്ട ലെവൽ ഇതിന് താഴേക്ക് വന്ന് ആദ്യത്തെ തവണ വന്ന് രണ്ടാമത്തെ തവണ വന്ന സമയത്ത് ഇങ്ങോട്ട് ട്രേഡ് എടുക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് ആക്ച്വലി നമ്മുടെ 1:3 ഒക്കെ റിവാർഡ് എത്തിയിരുന്നു. പക്ഷേ അത് നമ്മുടെ പൊസിഷൻ സൈസിങ്ങിൽ വന്ന പ്രശ്നം കൊണ്ട് ഞാൻ പ്രീമിയം മൂവ് ചെയ്യാത്തതാണെന്ന് തെറ്റിദ്ധരിച്ചു. അതായത് 25 ക്വാണ്ടിറ്റിയാണ് മന്ത്ലി കോൺട്രാക്റ്റിൽ ഉണ്ടായിരുന്നത്, 75 ആണെന്നുള്ള രീതിയിൽ നോർമലി വെച്ചു. അപ്പോൾ അത്തരത്തിലുള്ള അബദ്ധങ്ങളൊക്കെ നമ്മൾ ഏത് ട്രേഡേഴ്സിനും എപ്പോഴും സംഭവിക്കാം. ക്വാണ്ടിറ്റി ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ല ഓർഡർ കൊടുത്തതിന് ശേഷം. അപ്പോൾ ഇത് 25 ക്വാണ്ടിറ്റി വയ്ക്കുമ്പോൾ നമുക്ക് സാധാരണ ഒരു 1:2 എത്തുമ്പോൾ 750 ഡബിൾ 1500 പ്രോഫിറ്റ് കാണിക്കേണ്ടതാണ്. നമുക്കിവിടെ 500, 600, 700 കാണിക്കുന്നുണ്ട് ഇവിടെയൊക്കെ എത്തുമ്പോൾ. അപ്പോൾ ശരി, ആക്ച്വലി 1:2 മുകളിലൊക്കെ എത്തുന്നുണ്ട്, പ്രൈസ് മൂവ് ചെയ്യുന്നുണ്ട്, 3 അടുത്ത് എത്തുന്നുണ്ട്. അപ്പോൾ അതില്ല എന്ന് കരുതിയിട്ട് പ്രൈസ് പ്രീമിയം ഇല്ല എന്ന് കരുതി നമ്മളിവിടെ ആക്ച്വലി ഇവിടുന്ന് ബൗൺസ് ചെയ്തപ്പോൾ ഈ ക്യാൻഡിൽ എക്സിറ്റ് ചെയ്യാൻ നോക്കി. പക്ഷേ അത് സ്റ്റിൽ പിന്നെന്തോ തീറ്റാടിക്കൊക്കെ വന്നിട്ട് ചെറിയൊരു ലോസിലാണ് അത് എക്സിറ്റ് ചെയ്തത്. എന്നാണ് ആദ്യത്തെ ട്രേഡിൽ സംഭവിച്ചത്. പിന്നെ അതിനുശേഷം നമ്മൾ ഇവിടെ റീടെസ്റ്റ് ചെയ്താൽ ഈ ലെവലിൽ ഇവിടെ നിന്ന് വന്നിട്ട് ഇങ്ങോട്ട് റീടെസ്റ്റ് ചെയ്താൽ ട്രേഡ് എടുക്കാം എന്നുള്ള പ്ലാനിലായിരുന്നു. ഇവിടെ നിന്ന് റീടെസ്റ്റ് ചെയ്യാം എന്നുള്ള പ്ലാനിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് കയറി പോകുമ്പോൾ ആക്ച്വലി നമ്മളുടെ ഫോമോ വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലമാണ് അല്ലേ. ചാടി കയറി എടുക്കണം, നമ്മുടെ വ്യൂ ഈ ലെവൽ വരെ മുകളിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അവിടെ പേഷ്യൻസോട് കൂടി ഞാൻ വെയിറ്റ് ചെയ്തതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ അവസരം മിസ്സായി എനിക്ക്. അപ്പോൾ അവിടെ
ഒരു പക്ഷേ ഫോമോ കാരണം ചാടിക്കയറി ഇവിടുന്ന് ട്രേഡ് എടുത്താലും അയാൾ പ്രോഫിറ്റിലാകുമായിരുന്നു. പക്ഷേ അയാൾ അവിടെ ഒരു മോശം ഹാബിറ്റ് ബിൽഡ് ചെയ്യുമായിരുന്നു അങ്ങനെ, അല്ലേ? ഞാൻ അങ്ങനെ ട്രേഡ് ഇവിടുന്ന് ചാടിക്കയറി ഇവിടുന്ന് പ്ലാൻ ചെയ്തിട്ട് പിന്നെ ഇവിടുന്ന് ട്രേഡ് ഞാൻ എടുക്കുമ്പോൾ ഞാനവിടെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു ബാഡ് ഹാബിറ്റാണ്. അത് ഇപ്പോൾ എന്നെ സഹായിച്ചാലും ഫ്യൂച്ചറിൽ അതെനിക്ക് ദോഷമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ എൻട്രി എടുത്തില്ല. കാരണം പിന്നെ ഈ ലെവലിലെത്തിയപ്പോൾ ഈ ലെവൽ നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ലെവലാണ്. ഇത് പ്രധാനപ്പെട്ട സോണാണ്. ഇവിടെ ബ്ലാക്ക് കളറിലുള്ള ലൈന് നിങ്ങൾക്ക് കാണാം. ബ്ലാക്ക് ലെവലുകൾ പ്രധാനപ്പെട്ടതാണെന്നുള്ളത് അറിയാം. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഈ അത്ര പ്രധാനപ്പെട്ട ലെവലിൽ ഫസ്റ്റത്തെ തവണ ബെൻഡ് ആകുമ്പോൾ തന്നെ എടുക്കാം. ബട്ട് സ്റ്റിൽ നമ്മളൊരു കോഷൻ എന്നുള്ള രീതിയിൽ ഇവിടുന്ന് റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. മാർക്കറ്റ് ഇവിടുന്ന് റീടെസ്റ്റ് ചെയ്തപ്പോൾ ഇവിടുന്ന് വെച്ചിട്ട് തന്നെ പ്രീമിയം ഞാൻ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്തതിൽ ഇവിടെ ട്രിഗർ ചെയ്യുകയാണ് ചെയ്തത്. ആക്ച്വലി ഇൻഡെക്സിൽ ഇവിടെ വരെ എത്തിയിട്ടില്ല. പക്ഷേ ഞാനിവിടെ പ്രീമിയം സെറ്റ് ചെയ്ത സമയത്ത് പ്രീമിയത്തിൽ ഇതങ്ങനെയാണ് ഓർഡർ പ്ലേസ് ചെയ്തിരുന്നത്. ഇവിടെ ഇരുന്ന് ഓർഡർ പ്ലേസ് ചെയ്തിരുന്നത്. അപ്പോൾ പ്രീമിയത്തിൽ ഇവിടെ വന്നു. ഇവിടെ വന്ന് ഓർഡർ ട്രിഗറായി. 1:4 ഒക്കെ 4ന് മുകളിലേക്ക് പോയിട്ടുണ്ട്. അത് അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആക്ച്വലി നമ്മൾ ഇവിടുന്ന് പാർഷ്യലി ബുക്ക് ചെയ്യാൻ ശ്രമിച്ച സമയത്ത് മൊത്തം ഓർഡറുകൾ സ്ക്വയർ ഓഫ് ആയി പോവുകയാണ് ചെയ്തത്. സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ, അതൊരു നല്ല ട്രേഡാണ്. അപ്പോൾ അവിടെ അപ്പോൾ ഇത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതാണ്, പേഷ്യൻസോട് കൂടി നമ്മൾ വെയിറ്റ് ചെയ്താൽ ഒരു ദിവസം നമുക്ക് അവസരം ഒരു സ്ഥലത്തുനിന്ന് മിസ്സായാലും നമുക്ക് പ്രധാനപ്പെട്ട ലെവലുകളിൽ ഉണ്ട്. ആ ലെവലുകളിൽ നമ്മുടെ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ട്രേഡ് അവസരം വീണ്ടും വരും. ഇനി വന്നിട്ടില്ലെങ്കിൽ ഇന്ന് വന്നിട്ടില്ലെങ്കിൽ നാളെ വരും. അങ്ങനെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ എവിടെയെങ്കിലും നമുക്ക് കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു ടാർഗറ്റ് വെച്ചിട്ടും നമ്മുടെ ടാർഗറ്റിൽ എത്തിയിട്ടും പ്രൈസ് മൂവ് ചെയ്യുന്നത് കാണാത്തതുകൊണ്ട് നമ്മളൊന്ന് എക്സിറ്റ് ചെയ്തത്. അത് എക്സിറ്റ് ചെയ്തപ്പോൾ ഒരു കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിരുന്നു, എന്താ അത് ഇത്രയും മൂവ് ചെയ്യാതെന്നുള്ളത്. ബട്ട് സ്റ്റിൽ അപ്പോഴെങ്കിലും കുറച്ച് ലാഗ് വന്നു. 1 മിനിറ്റ് ക്യാൻഡിലാണത്. 1 മിനിറ്റ് കൊണ്ട് ഇത് പടി എത്തി. ഇവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ ആക്ച്വലി പ്രോഫിറ്റിൽ നിൽക്കേണ്ടതാണ്. ഇവിടുന്ന് നമ്മൾ ഇവിടുന്നൊക്കെ എൻട്രി എടുത്തിട്ട് ഇവിടുന്ന് എക്സിറ്റ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് നിൽക്കേണ്ടതാണ്. പക്ഷേ എനിക്കറിയില്ല, അത് പ്രീമിയം ഡി കെ വന്നിട്ട് നമുക്കത് ലോസാണ് കാണിക്കുന്നത്. ആദ്യത്തെ ട്രേഡ് ചെറിയൊരു ലോസാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു നമ്മളിതിനെ മാനേജ് ചെയ്യുന്നൊരു തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. ഇവിടുന്ന് ആദ്യത്തെ തവണ ഇപ്പോൾ ഇവിടെ എത്ര തവണ ഞാൻ ഫോമോയെ അതിജീവിച്ചു നോക്കുക. ഇവിടുന്ന് എനിക്ക് എൻ്റെ ലെവലിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഈ ലെവലിൻ്റെ താഴേക്ക് വരുമ്പോൾ ഇവിടുന്ന് ചാടിക്കയറി എടുക്കാനുള്ള ടെംപ്റ്റേഷൻ വന്നു. ആ ടെംപ്റ്റേഷനെ ഞാൻ കൃത്യമായിട്ട് അതിജീവിച്ചു. രണ്ടാമത് വന്നപ്പോൾ ട്രേഡ് എടുത്തു. നല്ല സ്ട്രോങ് ക്യാൻഡിൽ ആയതുകൊണ്ട് ഇവിടുന്ന് പിന്നെ ഒരു റീടെസ്റ്റ് ആയിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ അവിടെ റീടെസ്റ്റ് എടുക്കാതെ ആ ഒരു മൊമെൻ്ററി ആയിട്ടുള്ളൊരു ട്രേഡിലേക്ക് അപ്പോൾ പോയി. ഈ ലെവലിൻ്റെ താഴേക്ക് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തുകൊണ്ട് ഇതൊരു സ്ട്രോങ് ക്യാൻഡിലായിട്ട് തോന്നുന്നു. ഇവിടെ നല്ല മൊമെൻറ്റം കാണുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് പോയി. കാരണം ഒന്നാമത് ആ സമയത്ത് നമ്മൾ ഡെൽറ്റ നോക്കിയ സമയത്ത് ഇവിടെ ഇതൊരു വീക്ക് ക്യാൻഡിലാണ്. ഇതിലൊക്കെ സെല്ലേഴ്സാണ് ഉണ്ടായിരുന്നത്. അല്ലേ, പുറത്തിൽ നമ്മൾ ഡെൽറ്റ കാണിച്ചിരുന്നു. അതുകൊണ്ടായിരുന്നു ആ ട്രേഡ് നമ്മൾ ഫോളോ ചെയ്തത്. സ്റ്റിൽ അവിടെ പിന്നെ അതിനുശേഷം ഈ ഭാഗത്ത് ഇവിടെയും ഞാൻ ഫോമോയെ അതിജീവിച്ചു. എൻ്റെ പ്ലാൻ ഇങ്ങോട്ട് വരുമ്പോൾ ബൈ നിൽക്കാനായിരുന്നു. ഇങ്ങോട്ട് വന്നില്ല, അത് മിസ്സാക്കാൻ റെഡിയായി. ഇവിടെ ഞാൻ ഇവിടെയും ഇവിടുന്ന് താഴേക്ക് വന്നപ്പോൾ ഞാൻ ഇതിൻ്റെ പിറകെ ഒന്നും ഓടിയില്ല. ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് എടുക്കും. നമ്മളല്ലേ ഇവിടെ ഇനി അവസരം കിട്ടില്ല എന്ന് കരുതി ഞാൻ ഇവിടുന്ന് എൻ്റർ ചെയ്യാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ മേ ബി അപ്പോഴും എൻ്റെ 10 പോയിൻ്റാണ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത്. സ്റ്റോപ്പ് ലോസ് എടുക്കാൻ സാധ്യതയുണ്ട് ഈ റാലിയിൽ. ഞാൻ അത് ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്തിട്ട് ഈ ക്യാൻഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് 11:57 ക്യാൻഡിൽ ഇതേപോലെ ഞാൻ ഓപ്ഷനിൽ പോയി. ഓപ്ഷനിൽ 11:57 ക്യാൻഡിൽ ഇതാണ്. ഈ 11:57 ക്യാൻഡിലിൻ്റെ ഇവിടേക്ക് പ്രൈസ് വന്നാൽ എന്നുള്ള രീതിയിൽ ഓർഡർ പ്ലേസ് ചെയ്തു. കുറച്ച് ഇതിൻ്റെ അടുത്തൊക്കെ വന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഭാഗ്യവശാൽ നമുക്കത് ഓർഡർ ട്രിഗറായി കിട്ടി. ഈ ഒരു ബെൻഡിൽ ഇവിടെ നിന്നാണ് അത് നമുക്ക് ഓർഡർ പ്ലേസ് ആയിട്ടുള്ളത്. യെസ്, നമ്മളൊരു ട്രേഡിൽ കൂടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഈ ലെവലിൽ റിജക്റ്റ് ചെയ്തിട്ട് താഴേക്ക് വന്ന് റിജക്റ്റ് ചെയ്ത് പിന്നെ വീണ്ടും താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള റിസ്ക് ജസ്റ്റ് 10 പോയിൻറ്റിൻ്റെ കിട്ടിയ പ്രോഫിറ്റിൻ്റെ 1/3 ആണ്. അത് എടുക്കുന്നതിൽ നമുക്ക് ഒട്ടും പ്രശ്നമില്ല. കാരണം നമ്മളിവിടെ ടാർഗറ്റ് അപ്രോക്സിമേറ്റ് 1:8 ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം 3 മണിയോടെ എടുക്കുന്നു. നമ്മളുടെ പ്രോഫിറ്റിൻ്റെ ഒരു ചെറിയ പങ്ക് റിസ്ക് എടുത്തുകൊണ്ടുള്ള ട്രേഡ് കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇത് നമ്മൾ എൻട്രി എടുത്തത് ഇവിടെ നിന്ന് ആയതുകൊണ്ട് ഈ ഒരു റിവേഴ്സലിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത്തരം ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ടുള്ളൊരു നിരാശയിലേക്ക്, എസ്പെഷ്യലി ഇത് കണ്ടോ 1:7 മുകളിൽ 7.5 റിവാർഡ് ആൾറെഡി ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ 3 മണിക്ക് നമ്മൾ സാധാരണ 3 മണിക്കാണല്ലോ നമ്മൾ ഇൻട്രാഡേക്ക് എക്സിറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ 1:7 എക്സിറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു റാലി തന്നപ്പോഴും നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടാണ് റാലി വന്നത്. ഇതൊക്കെ മാർക്കറ്റിൽ വളരെ സ്വാഭാവികമാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അനാവശ്യമായിട്ട് ഇത് നമ്മളിപ്പോൾ ഇത് എൻ്റർ ചെയ്ത് പ്രോഫിറ്റ് ആയിരുന്നെങ്കിൽ എത്ര ആകുമായിരുന്നു എന്നുള്ള തോട്ട് പ്രൊമോട്ട് ചെയ്യരുത്. അത് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും നിൽക്കരുത്. കിട്ടിയതിൽ തൃപ്തിപ്പെടുക, സന്തോഷിക്കുക. 1:3 നമുക്ക് കിട്ടി ആൾറെഡി. ആ 3യിൽ നിന്നും ഒരു പോർഷൻ നമ്മൾ ലോസ് ആയിട്ട് പോയി. അവിടെ നമ്മൾ വലിയ റിവാർഡിന് വേണ്ടിയിട്ട് എടുത്ത റിസ്ക്കാണ്. അപ്പോൾ അത് ചെയ്തത് കറക്റ്റാണ് ഡിസിഷൻ. അപ്പോൾ നമ്മൾ ഓരോ
ഘട്ടത്തിലും മാർക്കറ്റിൻ്റെ ഓരോ ഘട്ടത്തിലും എന്ത് ചിന്തിക്കുന്നു, എന്ത് പ്ലാൻ ചെയ്യുന്നു, എന്ത് ഡിസിഷൻ എടുക്കുന്നു, ആ ഡിസിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നമ്മുടെ ഉദ്ദേശിച്ച രീതിയിൽ മാർക്കറ്റ് ആക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ അവിടെ നമ്മൾ പ്ലാൻ ചേഞ്ച് ചെയ്യുന്നു. അവിടെയൊക്കെ ലെവലുകൾ വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചേഞ്ച് ചെയ്യുന്നത്. ഓരോ ലെവലിൽ നിന്നുമാണ് നമ്മൾ ആക്ട് ചെയ്തത്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇതാ ഈ ഒരു ലെവലിൽ നിന്ന് നമ്മൾ ആക്ട് ചെയ്തു, ഈ ലെവലിൽ നിന്ന് നമ്മൾ ആക്ട് ചെയ്തു, ഈ ലെവലിൽ നിന്ന് നമ്മൾ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു, ഈ ലെവലിൽ നമ്മൾ ആക്ട് ചെയ്തു. ഓക്കെ, ഈ ലെവലിൽ നിന്ന് ആക്ട് ചെയ്തു, ഈ ലെവലിൽ നിന്ന് നമ്മൾ ആക്ഷൻ എടുത്തു, ഈ ലെവലിൽ നിന്ന് നമ്മൾ ആക്ഷൻ എടുത്തു, ഈ ലെവലിൽ ആക്ഷൻ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു, ഇങ്ങോട്ട് വരാത്തത് കൊണ്ട് ആ ആക്ഷൻ മിസ്. ഇത്ര പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ലെവലുകൾ നമ്മൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും പ്രീ മാർക്കറ്റ് അനാലിസിസിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതുവരെ നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ താല്പര്യമുള്ള ആളുകൾ പ്രീ മാർക്കറ്റ് അനാലിസിസ് കാണാം. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അതിന് അത്രയും വ്യൂവേഴ്സ് കുറവ്. ഇത്രയും വർക്ക് ചെയ്യുന്ന ഒരു ലെവൽ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു സംഗതിയൊന്നുമല്ല. എല്ലാവരും കണ്ടുപിടിക്കുന്ന ലെവലുകളെല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ 1-on-1 സൈക്കോളജി മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിനൊക്കെ ഒരു സ്ട്രാറ്റജി ഇല്ലാതെ വരുന്ന ആളുകൾക്ക്, പ്രൈസ് ആക്ഷൻ ബേസിൽ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഈ ലെവൽ കണ്ടുപിടിക്കുന്ന മെത്തേഡ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വാല്യൂ ഉള്ളൊരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലെവലുകൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നുണ്ട് പ്രീ മാർക്കറ്റ് അനാലിസിസിലൊക്കെ. അപ്പോൾ അത് അതിലൊന്ന് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ടൊക്കെ അത് കാണുന്നവരൊക്കെ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടേക്ക് അവേ ഉണ്ടാവും, ലേൺ ചെയ്യാനുണ്ടാവും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. എന്തായിരുന്നു തോട്ട് പ്രോസസ്സ്, എങ്ങനെയാണ് പ്രൈസിനെ അനലൈസ് ചെയ്തത്, എങ്ങനെയാണ് ആക്ഷൻസ് എടുത്തത്, എങ്ങനെ ചില ട്രേഡുകൾ ഒഴിവായി, ചില ട്രേഡിൽ നിന്ന് എങ്ങനെ മാറി നിന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ലേണിങ്ങിന് ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിലുള്ള ലൈവ് സൈക്കോളജി അനാലിസിസ് ഇനിയും വേണമെന്ന് ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, ഇതിൻ്റെ ഒരു അക്സെപ്റ്റൻസ് എത്രമാത്രം ഉണ്ടെന്നുള്ളത് അറിയില്ല. നമ്മളൊരു ചെറിയ എമൗണ്ടിനൊക്കെയാണ്, നമ്മൾ സിംഗിൾ ലോട്ടിനൊക്കെയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ പ്രോഫിറ്റ് കാണിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. ഇവിടെ എങ്ങനെയാണ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ അറിവിനെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഒരു പ്രോസസ്സാണ് നമ്മളിവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. 1-on-1 സൈക്കോളജി പ്രോഗ്രാമിനെ പറ്റി അറിയാത്തവർ ഞാൻ ഇതാ ഇവിടെ അവസാന ഭാഗത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അത് കണ്ടതിന് ശേഷം പ്രോഗ്രാമിന് താല്പര്യമുള്ളവർ അതിൽ പറയുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കും. പിന്നെ നമ്മളെ ഒരു യൂട്യൂബിലെ മെമ്പർഷിപ്പ് കൊടുത്തിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. യൂട്യൂബിലെ ജോയിൻ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ബേസിക് മെമ്പർഷിപ്പ് എടുത്തിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ആക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെ ആക്ട് ചെയ്യുക. അവർക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്വിംഗ് പൊസിഷണൽ ട്രേഡുകൾ, ഞാൻ എടുക്കുന്ന ട്രേഡുകൾ ഡിസ്കോഡിലൂടെ ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആക്സസ് കിട്ടും. അങ്ങനെ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ തിരിച്ച് നിങ്ങൾക്കുള്ള ഒരു കോംപ്ലിമെൻ്റ് എന്നുള്ള രീതിയിലാണ് അത് തരുന്നത്. ഓക്കെ, താങ്ക് യു. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാം. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ട്രേഡേഴ്സിൻ്റെ മൈൻഡ് സെറ്റും സൈക്കോളജിയും കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന 1-on-1 സൈക്കോളജി മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റി ഇടയ്ക്കൊന്ന് പറഞ്ഞുകൊള്ളുന്നു. ഈ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ട്രേഡറെ ഹാൻഡ് ഹോൾഡ് ചെയ്തുകൊണ്ട് അയാളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾക്ക് അയാൾക്ക് വേണ്ട പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് സെറ്റ് ചെയ്ത് ആ സെറ്റ് ചെയ്ത കാര്യങ്ങൾ അയാൾ കറക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്ത് അതിൽ അപാകതകൾ ഉണ്ടെങ്കിൽ വീണ്ടും അത് കറക്റ്റ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഇന്ത്യയിൽ ആദ്യമായിട്ട് നടത്തപ്പെടുന്ന ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ പല ആളുകൾക്കും പല റൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ദിവസം 2 ലോസായാൽ നിർത്തണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ട്രേഡ് ആക്ട് ആയി തുടങ്ങിയാൽ, ട്രേഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ മറന്നുകൊണ്ട് മനസ്സ് കാര്യങ്ങളെ ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണാറുള്ളത്. അത്തരത്തിലുള്ള പ്രശ്നമുള്ളവർക്ക് അതേപോലെ തന്നെ ഗ്രീഡ് എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് കുറേ അധികം ട്രേഡിൽ കുറച്ച് ദിവസങ്ങളൊക്കെ പ്രോഫിറ്റ് ആവുകയും പിന്നീട് വരുന്ന 1-2 ദിവസം കൊണ്ട് ഇത്രയും ദിവസം ഉണ്ടാക്കിയ മുഴുവൻ പ്രോഫിറ്റിനെയും കൊണ്ടേ കളയുകയും ചെയ്യുന്ന ഗ്രീഡിൻ്റെ ഇൻഫ്ലുവൻസ്. അത് ചില ആളുകൾക്ക് ഫിയറിൻ്റെ ഇൻഫ്ലുവൻസ് ആണ്. ഫിയർ കൊണ്ട് നല്ല അവസരങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ ട്രേഡിൽ എടുക്കാൻ ഭയപ്പെട്ട് നിൽക്കും. പിന്നീട് അത് മിസ്സായല്ലോ എന്ന് കരുതി വേറൊരു അവസരം വരുമ്പം അത്തരത്തിലൊരു അവസരത്തിൽ പോയിട്ട് ചാടും. അത് ലോസ് എടുക്കുന്നത് കാണാൻ പറ്റും. ഇനി ട്രേഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലോസ് ആവുമോ എന്ന് കരുതി അങ്ങനെ പേടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളും ഉണ്ട്. ഓവർ ട്രേഡും റിവെഞ്ച് ട്രേഡും പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ സൈക്കോളജി സീരീസിൽ ഡിസ്കസ് ചെയ്താണ്. സൈക്കോളജി സീരീസ് കാണാത്തവർക്കും വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും കൂടെ ഇടാം. അതിൽ പറഞ്ഞ പല രീതിയിലുള്ള പ്രശ്നങ്ങളും പറയാത്തതുമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് സൈക്കോമെട്രിക് ടെസ്റ്റൊക്കെ നടത്തി വിശകലനം ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന രീതിയിലുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഒരു പേഴ്സണൽ കോച്ച് എന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പേഴ്സണൽ കൗൺസിലിങ്ങിലൊക്കെ ഉള്ള എൻ്റെ എക്സ്പീരിയൻസും അതേപോലെ ഒരു ബിസിനസ് കൺസൾട്ടൻറ്റ് എന്ന രീതിയിലുള്ള എൻ്റെ എക്സ്പീരിയൻസും കൂടെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാമാണിത്. കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരേ സമയം ഒരു ഇൻഡിവിജ്വൽ സ്കില്ലും അതേ സമയം ഒരു ബിസിനസ്സുമാണ്. എന്നാൽ ഒരു ഇൻഡിവിജ്വൽ സ്കില്ല് എന്ന് പറയുമ്പോൾ ഇവിടെ മനസ്സ് പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആവുന്ന ഒരു
ഒരു പദ്ധതിയാണ് ശരിക്കും, ഒരു ബിസിനസ്സാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ആ രീതിയിൽ തന്നെ വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ, മനസ്സിനെ ആ രീതിയിൽ റീപ്രോഗ്രാം ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ഇനി ഇതൊരു ബിസിനസ്സാണ് എന്ന് പറയുമ്പോഴും ഇത് മറ്റ് ഒരു ബിസിനസ്സിനെയും പോലെ അല്ല ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യേണ്ട ഒരു ബിസിനസ്സാണ്. അപ്പോൾ എന്നാൽ ആ ബിസിനസ് മറ്റ് ബിസിനസ്സുകളുടേതായിട്ടുള്ള ചില പൊതുവായിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഇതിനെ കൊണ്ടുപോകേണ്ടതുണ്ട്. ആ ബിസിനസ് അനലൈസ് ചെയ്യുന്ന കാര്യത്തിലും അത് ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് അത് വർക്ക് ചെയ്യുന്നതാണെന്നുള്ളത് മനസ്സിലാക്കുന്ന കാര്യത്തിലും മുന്നോട്ട് നിങ്ങളുടെ സ്ട്രാറ്റജി പോകുമ്പോൾ എത്ര തവണ വരെയൊക്കെ തുടർച്ചയായിട്ട് ലോസ് ഉണ്ടാവാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഐഡിയ ഉണ്ടാക്കാനും, അതേപോലെ തന്നെ എന്താണ് അതിൻ്റെ വിൻ റേഷ്യോ എന്നുള്ളത് മനസ്സിലാക്കാനും, അത് 1:1 2 1:3 നിങ്ങൾ സ്ഥിരം പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാനും, ഇങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ നമുക്ക് വളരെ കൃത്യമായിട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങളുടെ സ്ട്രാറ്റജി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം അതിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കിടക്കുക. അവിടെയാണ് സൈക്കോളജിക്കൽ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുക. ഈ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ കാര്യങ്ങൾ കണ്ടെത്തുന്നതിലൂടെ തന്നെ നമ്മളുടെ സൈക്കോളജിയുടെ ഒരു ഫൗണ്ടേഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലാണ് പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ടെലഗ്രാം ID താഴെ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ അതിനകത്ത് പറയാം.